നമസ്കാരം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 19 സർഗഃ. 119 സർഗം. 119 സർഗത്തിലെ 11 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 1. അനസൂയാ തു ധർമ്മജ്ഞ ശ്രുത്വാ താം മഹതിം കഥാം പരിഷ്വജത ബാഹുഭ്യാം ശിരസ്യാഖായ മൈഥിലിം. വ്യക്ത്യാക്ഷരപദം ചിത്രം ഭാഷിതം മധുരം ത്വയാ യഥാ സ്വയംവരം വൃത്തം തത്സർവം ച ശ്രുതം മയാ. രമേയം കഥയാതേതു ദൃഢം മധുരഭാഷിണി രവിരസ്തഗതശ്രീമാനുപോഹ്യ രജനിം ശുഭാം. ദിവസം പരികീർണാനാം ആഹാരാർത്ഥം പദതൃണാം സന്ധ്യാകാലേ നിലീനാനാം നിദ്രാർത്ഥം ശ്രൂയതേ ധ്വനി. ഏതേ ചാഭ്യഭിഷേകാർദ്രാ മുനയഃ കലശോദ്യതാഃ സഹിതാ ഉപവർത്തന്തെ സലിലാപ്ലുതവൽക്കലാഃ. അഗ്നിഹോത്രേ ച ഇർഷിണാ ഹുതേ ച വിധിപൂർവകം കപോതാംഗാരുണോ ധൂമോ ദൃശ്യതേ പവനോത്ഥതഃ. അല്പവർണാഹിതരവോ ഖനീഭൂതാ സമന്തതഃ വിപ്രകൃഷ്ടേദ്യേ ദേശേ ന പ്രകാശന്തി വൈ ദിശഃ. രജനീചരസത്വാനി പ്രചരന്തി സമന്തതഃ തപോവനമൃഗാഹ്യേതേ വേദിതീർത്ഥേഷു ശേരതേ. സംപ്രവൃത്ത നിശാസീതേ നക്ഷത്രസമലങ്കൃത ജ്യോത്സ്നാ പ്രാവരണചന്ദ്രോ ദൃശ്യതേ അഭ്യുദിതോംബരേ. ഗമ്യതാമനുജാനാമി രാമസ്യാനുചരീ ഭവ കഥയന്ത്യാ ഹി മധുരം ത്വയാഹമപി തോഷിതാ. അലംകുരു ച താവത്വം പ്രത്യക്ഷം മമ മൈഥിലി പ്രീതിം ജനയ മേ വത്സേ ദിവ്യാലങ്കാരശോഭിനീ. സീതാദേവി താൻ എങ്ങനെയാണ് ജനിച്ചതെന്നും എങ്ങനെയാണ് ശ്രീരാമൻ്റെ പട്ടമഹിഷീപദം അലങ്കരിച്ചതെന്നുമൊക്കെ അനസൂയയോട് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അനസൂയ ഈ വിവരങ്ങളെല്ലാം അറിയാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അനസൂയയോട് അത്രി മഹർഷിയുടെ സഹധർമ്മിണിയും സാധ്വിയുമായ അനസൂയയോട് എല്ലാ വിവരങ്ങളും വിവരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീതാദേവി. ശ്രീരാമൻ
ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തുകയും ജനക മഹാരാജാവ് രാഘവന്മാർക്ക് ദൈവികമായ ധനുസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിഷ്പ്രയാസം രാമൻ ക്ഷണനേരം കൊണ്ട് ആ വില്ലു കുലച്ച് പെട്ടെന്ന് ഞാണേറ്റി. അപ്പോൾ സത്യസന്ധനായ ജനക മഹാരാജാവ് രാമനായി സീതയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. 119 സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. അനസൂയാ തു ധർമ്മജ്ഞ ശ്രുത്വാ താം മഹതിം കഥാം പരിഷ്വജത ബാഹുഭ്യാം ശിരസ്യാഘ്രായ മൈഥിലിം. ആ മഹത്തായ കഥ കേട്ടിട്ട് ധർമ്മജ്ഞയായ അനസൂയ 2 കൈകൾ കൊണ്ടും മൈഥിലിയെ വാരിപ്പുണർന്നു, ശിരസിൽ മുകർന്നു. 2-3 ശ്ലോകങ്ങൾ. വ്യത്യാക്ഷരപദം ചിത്രം ഭാഷിതം മധുരം ത്വയാ യഥാ സ്വയംവരം വൃത്തം തത്സർവം ച ശ്രുതം മയാ രമേയം കഥയാദേതു ദൃഢം മധുരഭാഷിണി രവിരസ്തഗത ശ്രീമാനുപോഹ്യ രജനിം ശുഭാം. 2-3 ശ്ലോകങ്ങളുടെ അർത്ഥം. പദാക്ഷരങ്ങൾ സ്ഫുടമായി ഉച്ചരിച്ചുകൊണ്ട് മധുരവും മനോജ്ഞവുമായ സ്വയംവര വൃത്തം മുഴുവൻ ഭവതി ഭംഗിയായി പറഞ്ഞത് കേട്ടു. സന്തോഷമായി എനിക്ക്. മധുരവാണി ദൃഢമായി പറഞ്ഞ ഭവതിയുടെ കഥ കേട്ട് ഞാൻ വളരെ ആനന്ദിച്ചു. സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു, ശുഭരജനിയെ ആനയിച്ചും കൊണ്ട്. ശ്ലോകം 4. ദിവസം പരികീർണാനാമാഹാരാർത്ഥം പദതൃണാം സന്ധ്യാകാലേ നിലീനാനാം നിദ്രാർത്ഥം ശ്രൂയതേ ധ്വനി. പകലന്തിയോളം ഇര തേടി അലഞ്ഞിരുന്ന പക്ഷികൾ രാത്രിയിൽ ഉറങ്ങാൻ കൂടണയുമ്പോഴത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ശ്ലോകം 5. ഏതേ ചാപ്യഭിഷേകാർദ്രാ മുനയ കലശോദ്യതാഃ സഹിതാ ഉപവർത്തന്തേ സലിലാപ്ലുതവൽക്കലാഃ. കുളിച്ചിട്ട ഈറനായ വൽക്കലങ്ങളോടെ കുടങ്ങളും കയ്യിലേന്തിക്കൊണ്ട് മുനിമാരിത മടങ്ങിപ്പോന്നിരിക്കുന്നു. ശ്ലോകം 6. അഗ്നിഹോത്രേ ച ഇർഷിണ ഹുതേ ച വിധിപൂർവകം കപോതാങ്കാരുണോ ധൂമോ ദൃശ്യതേ പവനോദ്ധതഃ. ശ്ലോകം 6-ന്റെ അർത്ഥം. ഋഷിമാർ അഗ്നിഹോത്രം വിധിയാംവണ്ണം ഹോമം ചെയ്യുമ്പോൾ ഉയരുന്ന ധൂമം കപോതോദരം പോലെ അരുണവർണ്ണമായി അഗ്നിയിൽ നിന്നുയരുന്നതായി കാണാനുണ്ട്. ശ്ലോകം 7. അല്പവർണാഹിതരവോ ഖനീഭൂതാ സമന്തതഃ വിപ്രകൃഷ്ടേന്ദ്രിയേ ദേശേ ന പ്രകാശന്തി വൈ ദിശഃ. ഇലകൾ കൊഴിഞ്ഞു തുടങ്ങിയ വൃക്ഷങ്ങളാണെങ്കിലും കുറച്ചകലെയുള്ള ചുറ്റുപാട് പ്രദേശങ്ങൾ നിബിഡമായി കാണപ്പെടുന്നു. ശ്ലോകം 8. രജനീചരസത്വാനി പ്രചരന്തി സമന്തതഃ തപോവനമൃഗാഹ്യേതേ വേദിതീർത്ഥേഷു ശേരതേ. രാവിൽ സഞ്ചരിക്കുന്നവർ ചുറ്റും സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു. തപോവന മൃഗങ്ങൾ വേദിതീർത്ഥ സമീപത്ത് കിടക്കുന്നു. ശ്ലോകം 9. സംപ്രവൃത്താ നിശാസീതേ നക്ഷത്രസമലങ്കൃത ജ്യോത്സ്നാ പ്രാവരണചന്ദ്രോ ദൃശ്യതേയഭ്യുദിതോംബരേ. സീതേ, നക്ഷത്രാലങ്കൃതയായ രാത്രി സമാഗതയായി കഴിഞ്ഞു. ഉദിച്ചുയരുന്ന ചന്ദ്രൻ ആകാശത്തിൽ നിലാവിൻ്റെ പുതപ്പോടുകൂടി കാണാവുന്നു. ശ്ലോകം 10. ഗമ്യതാമനുജാനാമി രാമസ്യാനുചരീ ഭവ കഥയന്ത്യാഹി മധുരം ത്വയാഹമപി തോഷിത. ശ്ലോകം 10-ന്റെ അർത്ഥം. ഞാൻ നിനക്ക് വിട നൽകുന്നു, രാമൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊള്ളുക.
നിന്റെ വാക്മാധുര്യം ആസ്വദിച്ച ഞാൻ വളരെ ആഹ്ലാദവതിയാണ്. ശ്ലോകം 11. അലങ്കുരുചതാവത്വം പ്രത്യക്ഷം മമ മൈഥിലി പ്രീതിം ജനയമേ വത്സേ ദിവ്യാലങ്കാരശോഭിനീ. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ നീയൊന്ന് ചമഞ്ഞൊരുങ്ങൂ, ഞാനൊന്ന് കാണട്ടെ. ദിവ്യാലങ്കാര ശോഭിനിയായി ഭവതിയെ മുന്നിൽ കണ്ട് എൻ്റെ കണ്ണൊന്ന് കുളിർക്കട്ടെ. അനസൂയ സീതാദേവിയോട് പറയുന്ന വാക്കുകളാണ് ഇവ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.